പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദിമുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് ഒക്ടോബർ മാസം 31 വെള്ളിയാഴ്ച. യൂദായുടെ ലേഖനം 12-13 വാക്യങ്ങൾ. ഇവർ നിങ്ങളുടെ സ്നേഹസദ്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാറകൾ. നിങ്ങളോടുകൂടെ വിരുന്നു കഴിഞ്ഞു ഭയം കൂടാതെ നിങ്ങളെ തന്നെ തീറ്റുന്നവർ. കാറ്റുകൊണ്ടോടുന്ന വെള്ളമില്ലാത്ത മേഘങ്ങൾ, ഇല പൊഴിഞ്ഞും ഫലമില്ലാതെയും രണ്ടൊരു ചത്തും വേരറ്റും പോയ വൃക്ഷങ്ങൾ, തങ്ങളുടെ നാണക്കേട് നുരച്ചു തള്ളുന്ന കൊടിയ കടൽ തിരകൾ, സദാകാലത്തേക്കും അന്തംതമസ് സൂക്ഷിച്ചു വച്ചിരിക്കുന്ന വക്രഗതിയുള്ള നക്ഷത്രങ്ങൾ തന്നെ. യൂദായുടെ ലേഖനത്തിലെ ഈ വചനങ്ങൾ ഒരു മുന്നറിയിപ്പാണ് നൽകുന്നത്. വിശ്വാസം ഉള്ളവരായിട്ട് തോന്നുന്നുവെങ്കിലും ആത്മാവിൽ ദൈവവുമായി ബന്ധം നഷ്ടപ്പെടുത്തവനെ കുറിച്ചാണ് ഇത് എഴുതുന്നത്. അവരെ വിശ്വാസമുള്ളവരായി തോന്നുന്നുവെങ്കിലും ദൈവജീവൻ അവരിലില്ല. അവരെ വേരില്ലാത്ത മരങ്ങൾ, തിരിഞ്ഞു പോകുന്ന നക്ഷത്രങ്ങൾ എന്നിങ്ങനെ വിളിക്കുകയാണ്. പുറമെ പുഷ്പിക്കുന്നത് പോലെ തോന്നിയാലും ഉള്ളിൽ ജീവനില്ലാത്ത വിശ്വാസമാണ് അവർക്കുള്ളത്. ഇവിടെ വേരില്ലാത്ത വൃക്ഷങ്ങൾ എന്ന് അവരെ സൂചിപ്പിക്കുന്നു. വേരില്ലാത്ത മരത്തിൻ്റെ അവസ്ഥ എന്താണ്? മഴ വന്നാലും സൂര്യപ്രകാശം ലഭിച്ചാലും അതിന് സ്ഥിരതയില്ല. ഒരു ചെറുകാറ്റ് വന്നാൽ പോലും അത് വീഴും. അതുപോലെ ദൈവവചനത്തിൽ വേരൂന്നാത്ത വിശ്വാസം പ്രതിസന്ധിയിൽ നിലനിൽക്കുകയില്ല. സങ്കീർത്തനക്കാരൻ 1-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ടല്ലോ, ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ ആയിരിക്കും അവൻ എന്ന്. വേരുള്ള വിശ്വാസം ദൈവവചനത്തിൽ, പ്രാർത്ഥനയിൽ, ദൈവത്തോടുള്ളതായ ബന്ധത്തിൽ ഉറച്ചു നിൽക്കും. എന്നാൽ വേരില്ലാത്തവരുടെ ജീവിതം ചില ചടങ്ങുകൾക്ക് മാത്രമായിട്ട് ചുരുങ്ങും. ദൈവ സാന്നിധ്യത്തിൻ്റെ ആഴം അവർ തിരിച്ചറിയുകയില്ല. വീണ്ടും അവരെ സൂചിപ്പിക്കുന്നു, അവർ തിരിഞ്ഞു പോകുന്ന നക്ഷത്രങ്ങളാണ്, വഴിതെറ്റിയ ആത്മാക്കളാണ്. നക്ഷത്രങ്ങൾ ദിശയറിയിക്കാൻ ഉപയോഗിക്കുന്നു. എന്നാൽ യൂദാ പറയുകയാണ്, തിരിഞ്ഞു പോകുന്ന നക്ഷത്രങ്ങൾ, അതായത് അവർ പ്രകാശിച്ചിരുന്നു, പക്ഷേ ദിശ തെറ്റി ഇരുട്ടിലേക്ക് പോയി. കുറെ പേർ ആത്മീയമായി നല്ല തുടക്കം ഉണ്ടായി, എന്നാൽ ലോകത്തിൻ്റെ ആകർഷണങ്ങളിലും സ്വാർത്ഥതകളിലും അവർ ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് മറഞ്ഞ് ദൈവത്തിൽ നിന്ന് അകന്ന ഒരു ചിത്രമാണ് സ്ലീഹ ഇവിടെ വരച്ചു കാട്ടുന്നത്. ഇംഗ്ലീഷ് സാഹിത്യത്തിലെ അതിമനോഹരമായ ഒരു നോവലാണ് ഓസ്കാർ വൈൽഡിൻ്റെ ദ പിക്ചർ ഓഫ് ഡോറിയൻ ഗ്രേ. ഇതിൽ ഡോറിയൻ ഗ്രേ എന്ന യുവാവ് സുന്ദരനാണ്. ഒരു ചിത്രകാരൻ അവൻ്റെ ഒരു ചിത്രം വരയ്ക്കുന്നു. അപ്പോൾ ഡോറിയൻ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്, എൻ്റെ മുഖം എല്ലായ്പ്പോഴും ഈ രൂപത്തിൽ മനോഹരമായിരിക്കട്ടെ, എൻ്റെ ജീവിതത്തിലെ പാപങ്ങൾ, കുറ്റങ്ങളെല്ലാം ഈ ചിത്രത്തിൽ പ്രതിഫലിക്കട്ടെ. വർഷങ്ങൾ കടന്നു പോകും. ഡോറിയൻ അതേ യുവാവായി സുന്ദരനായി തുടരുകയാണ്. പക്ഷെ അവൻ്റെ ചിത്രത്തിൽ പാപത്തിൻ്റെ അടയാളങ്ങൾ, വഞ്ചനയുടെ കറകൾ, ദുഷ്ടതയുടെ ചിത്രങ്ങളൊക്കെ അവിടെ കാണുകയാണ്. അവൻ്റെ ആത്മാവിൻ്റെ യഥാർത്ഥ അവസ്ഥ ആ ചിത്രത്തിൽ വെളിപ്പെടുന്നുണ്ട്. അവസാനം അവൻ ആ ചിത്രം സഹിക്കാനാവാതെ അതിനെ നശിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. മരണം അവന് സംഭവിക്കുകയാണ്. ഇത് സൂചിപ്പിക്കുന്നത് ആത്മീയ സത്യങ്ങൾ മറച്ചു വെച്ച് ജീവിക്കുന്നവർ പുറമേ എത്ര മനോഹരമായാലും ഉള്ളിൽ അവർ നശിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ദൈവവിരുദ്ധമായ പാപജീവിതം
ഒരാൾ മറച്ചു വെക്കുവാൻ ശ്രമിക്കുമ്പോൾ അതവൻ്റെ ആത്മാവിനെ നശിപ്പിക്കുന്നു. പുറമെ ഭക്തി നിറഞ്ഞ രൂപം കാട്ടിയാലും ഉള്ളിൽ ദൈവവചനവും ആത്മാവുമായുള്ള ബന്ധമില്ല എങ്കിൽ അത് വേരില്ലാത്തതായ മരമാണ്. യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, ഞാൻ മുന്തിരിവള്ളിയാ, നിങ്ങൾ ശാഖകളാ, എനിക്കുള്ളിൽ നിലനിൽക്കുന്നവൻ ഫലം കായ്ക്കും. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 5-ാമത്തെ വാക്യം. ഡോറിയൻ ഗ്രേ യേശുവിൽ നിലനിന്നില്ല. പകരം തൻ്റെ സൗന്ദര്യത്തിൽ, സ്വാർത്ഥതയിൽ, ലോകമോഹങ്ങളിൽ വേരുറച്ചു. അതുകൊണ്ടവൻ അവസാനത്തിൽ ആത്മീയമായി, ശാരീരികമായി നാശം ഉണ്ടായി. യൂദാ മുന്നറിയിപ്പ് നൽകുകയാണ്, ദൈവവിരുദ്ധമായ ജീവിതം നാശത്തിലേക്ക് നമ്മെ വഴി നടത്തും. നമ്മുടെ ജീവിതം ഒരിക്കലും ഡോറിയൻ ഗ്രേയുടെ ചിത്രമായി തീരരുത്. പുറമേ മനോഹരം, എന്നാൽ ഉള്ളിൽ ഇരുട്ട് ആയിരിക്കരുത്. പിന്നെയോ ഉള്ളിൽ ക്രിസ്തുവിൻ്റെ പ്രകാശം പ്രതിഫലിക്കണം. ദൈവവചനത്തിൽ വേരൂന്നിയ, വിശ്വാസത്തിൽ നിലനിൽക്കുന്ന ഫലവത്തായ മരങ്ങളായി നമുക്ക് വളരാം. നമ്മുടെ ആത്മാവിൻ്റെ ചിത്രം നാശത്തിൻ്റെ നിഴലിലല്ല, ക്രിസ്തുവിൻ്റെ മഹത്വത്തിൽ പ്രതിഫലിക്കേണ്ടതായിട്ടുണ്ട്. യൂദാശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, വേരില്ലാത്തതായ മരങ്ങൾ ഒടുവിൽ ഉണങ്ങും, പക്ഷെ ദൈവത്തിൽ വേരൂന്നിയവർ സദാകാലത്തേക്കും നിലനിൽക്കും എന്നതുപോലെ നമുക്കും ദൈവത്തിൽ വേരൂന്നി ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കുന്ന വിശ്വാസികളായി തീരാം. പ്രാർത്ഥിക്കാം. പ്രിയ ദൈവമേ, നിന്റെ വചനത്തിലൂടെ ഞങ്ങളെ ജാഗ്രതപ്പെടുത്തിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങൾ വേരില്ലാത്ത മരങ്ങൾ പോലെ ആകാതിരിക്കണമേ. പുറമേ മാത്രം വിശ്വാസികളാകാൻ അനുവദിക്കരുതേ. പകരം നിന്റെ വചനത്തിൽ വേരൂന്നി, നിന്റെ സ്നേഹത്തിൽ വളർന്ന് നിനക്കുള്ളവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. എന്നാളും ഞങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രം സമർപ്പിക്കുന്നു. അതിപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും തന്നെ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.